അഗസ്ത്യർകൂടം ശിവരാത്രി പൂജയ്ക്കായി കോട്ടൂർ മുണ്ടണിമാടൻ ക്ഷേത്രത്തിൽ നിന്നും ചപ്രം ഘോഷയാത്ര പുറപ്പെട്ടു. അഗസ്ത്യർകൂടത്തിൽ ഗോത്രവർഗ്ഗക്കാരായ കാണിക്കാർ ശിവരാത്രി നാളിൽ നടത്തിപ്പോരാറുള്ള കൊടിതിയും പൂജയും ഈ വർഷവും ഫെബ്രുവരി 25, 26, 27 തീയതികളിലായി നടത്തുന്നു. അഗസ്ത്യർകൂടം ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുഖ്യപൂജാരി ശ്രീ ഭഗവാൻ കാണിയുടെ കാർമ്മികത്വത്തിൽ 3 ദിവസത്തെ കൊടിതിയാണ് നടക്കുന്നത്. പൂജ തുടങ്ങിയത് നമ്മൾ തുടക്കകാലം തൊട്ട് നമ്മൾ പൂജ ചെയ്യുക തന്നെ. പക്ഷേ അതേസമയത്ത് ഇപ്പം അതിനുശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇത്രയും പുരോഗമിച്ച ഇതിൻ്റെ വകുപ്പുകളെല്ലാം വന്നു ഈ വന്നിട്ടും അതിലിപ്പം പകുതിയിലെത്തിയപ്പോൾ അവർ ഇതിനെ കട്ടാക്കി ഇപ്പോൾ അവർ ടൂറിസ്റ്റ് മേഖലയായിട്ട് അവർ കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ ഇപ്പോൾ പൂജയൊന്നുമില്ല. ഇപ്പം ഈ ശിവരാത്രി നമുക്ക് കിട്ടുന്നുണ്ട്. ശിവരാത്രി പൂജയുടെ ഭാഗമായുള്ള ചപ്രം എഴുന്നള്ളിപ്പ് ഘോഷയാത്ര കോട്ടൂർ ശ്രീ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് പുറപ്പെട്ടത്. രാവിലെ 9-ന് പുറപ്പെട്ട ഘോഷയാത്രാ ചടങ്ങുകൾക്ക് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ മോഹനൻ ത്രിവേണി ഭദ്രദീപം തെളിയിച്ചു. ഇപ്പോൾ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അഗസ്ത്യർകൂടത്തിലെ നാളെ ഗോത്രാചാരപ്രകാരമുള്ള ശിവരാത്രി പൂജ നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഭക്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 10 മണിക്ക് ഘോഷയാത്ര പുറപ്പെടും. അഗസ്ത്യരുടെ പടം ആലേഖനം ചെയ്ത ചപ്രം എഴുന്നള്ളിപ്പ് ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ നിന്ന് മുണ്ടണി ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത്. 150ഓളം ഭക്തരാണ് ഈ പ്രാവശ്യം നമ്മുടെ ശിവരാത്രി പൂജയ്ക്കായി അഗസ്ത്യ ഭഗവാന്റെ സന്നിധിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇവിടെ നിന്ന് കാൽനടയായിട്ട് നടന്ന് രാവിലെ 10 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 മണിയോടുകൂടി ബ്ലാവള എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ നമ്മുടെ അഗസ്ത്യർകൂടം ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റ് കമ്മിറ്റി അന്നദാന സദ്യ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് 6 മണിയോടുകൂടി അതിരുമലയിൽ എത്തിച്ചേരുകയും അതിരുമലയിൽ അവിടെ ഹാൾട്ടാണ് ഇന്ന് വൈകിട്ട് അതിരുമലയിൽ ചാറ്റുപാട്ട്, ഭജന, അതുപോലുള്ള നാഗരി പൂജ, മറ്റ് പൂജകളെല്ലാം ഇന്ന് വൈകിട്ടുണ്ടാകും. നാളെ രാവിലെ അതിരുമലയിൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ശ്രീ ഭഗവാൻ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുംഭക്കുടം നിറച്ച് ചപ്രം എഴുന്നള്ളിപ്പ് കുംഭക്കുടം എല്ലാമായിട്ട് നേരെ അഗസ്ത്യ സന്നിധിയിലേക്ക് പോകും. ഉച്ചയോടുകൂടി പൊങ്കാലപ്പാറയിൽ എത്തിച്ചേരും. പൊങ്കാലപ്പാറയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് അഗസ്ത്യ സന്നിധിയിലേക്ക് പോകുന്നത്. എല്ലാ ഭക്തരും അഗസ്ത്യ സന്നിധിയിലെത്തി 5 മണിയോടുകൂടി ശിവരാത്രി പൂജ ആരംഭിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 150ഓളം തീർത്ഥാടക സംഘമാണ് അഗസ്ത്യ ഭഗവാന്റെ ഛായാചിത്രമണിഞ്ഞ ചക്രവും കുംഭകൂടത്തിൽ പൂജാദ്രവ്യങ്ങളുമായി ശരണമന്ത്രങ്ങളോടെ യാത്ര പുറപ്പെട്ടത്. കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ചെക്ക് പോസ്റ്റ് വഴിയാണ് യാത്ര. അഗസ്ത്യവനം ബ്ലാവിളയിൽ തീർത്ഥാടകർക്ക് ട്രസ്റ്റ് അന്നദാന സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എത്ര വർഷം കൊണ്ട് ശിവരാത്രി പൂജയ്ക്കായിട്ട് അഗസ്ത്യമലയിൽ പോകുന്നുണ്ട്? എൻ്റെ കൊച്ചി നാൾ തൊട്ട് എൻ്റെ വലിയൊരു ചെയ്തു തന്ന രീതിയാണ്. ഇപ്പം ഞാൻ അതേ കണക്ക് ഇപ്രാവശ്യം എല്ലാ ശിവരാത്രി ദിവസം കൊണ്ട് ഞങ്ങൾ മലയിൽ പോകുന്നു. എൻ്റെ കൊച്ചുനാളിൽ ഞാൻ പോയിട്ടുള്ള അച്ഛൻ്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അവർ മരണപ്പെട്ടു പോയിട്ട് എൻ്റെ പ്രായത്തിൽ ഞാനും ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും. എനിക്ക് ആ വർഷം എന്ന് പറഞ്ഞാൽ വർഷം 10, 30, 40 മേളിലാവും. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ആൾക്കാർ അധികമായിട്ട് ഇപ്പം ടൂറിസ്റ്റിൻ്റെതായിട്ട് കയറുന്നുണ്ടല്ലോ, മല കയറുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ കയറുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആചാരങ്ങൾക്കോ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മുടെ ആചാരങ്ങൾക്ക് മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വ്രതത്തോടും ഭക്തിയോടും കൂടിയാണ് നമ്മൾ അഗസ്ത്യർകൂടത്തിൽ പോകുന്നത്. 41 ദിവസം ഉള്ള വ്രതം എടുത്താണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ സ്ത്രീകളടക്കം അവിടെ കയറുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സത്യം പറയുന്നത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ കാട്ടിൻ്റെ രീതിയിലാണ് എല്ലാ ദൈവങ്ങൾക്കും ഇത് പടക്കങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീകളൊക്കെ കയറുന്ന വലിയ ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം 6 മണിക്ക് ഘോഷയാത്ര അതിരുമല ദേവസ്ഥാനത്ത് എത്തിച്ചേരും. രാത്രി 7-ന് ചാറ്റുപാട്ടും ഭജനയും പ്രത്യേക പൂജകളും നാഗർപൂജയും ഉണ്ടായിരിക്കും. 26-ാം തീയതി ശിവരാത്രി ദിവസം രാവിലെ ഗണപതി പൂജ, 8:15-ന് പൊങ്കാല, 9-ന് കുംഭകുടം നിറയ്ക്കൽ, 10 മണിക്ക് നിവേദ്യ പൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് പൊങ്കാലപ്പാറയിൽ ഗണപതി പൂജ, 2:30-ന് പുഷ്പാർച്ചന, 4-ന് അഭിഷേകം, 4:30-ന് ശിവരാത്രി പൂജ, 6 മണിക്ക് മലയിറങ്ങി അതിരുമലയിൽ എത്തിച്ചേരും. തുടർന്ന് രാത്രി 8:30-ന് ഭജന, 10-ന് ചാറ്റുപാട്ട്, 12:30-ന് പടുക്ക കൊടുത്തു പൂജ, 1-ന് ചവളം തുള്ളൽ, വെളുപ്പിന് ഗുരുസി. 27-ാം തീയതി ഭക്തജന തീർത്ഥാടക സംഘം മലയിറങ്ങും.
ശിവരാത്രി നാളിൽ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ മൂട്ടുകാണിമാർ ശിവരാത്രി പൂജ അഗസ്ത്യമുനി മൂപ്പന്, അതായത് ചാറ്റുപാട്ടും മരുന്നും മന്ത്രങ്ങളും വരദാനമായി നൽകിയ അഗസ്ത്യമുനി മൂപ്പന് പൂജാതി കർമ്മങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ചാറ്റുപാട്ടും മരുന്നും മന്ത്രങ്ങളും വരദാനമായി നൽകിയ അഗസ്ത്യമുനി മൂപ്പൻ, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എല്ലാ മലയാള മാസവും ഞങ്ങളുടെ മൂപ്പന്മാർ അവിടെ പോയി കാഴ്ചകളും അതുപോലെ പൊങ്കാലയും പടുക്കയും കുടുതികളൊക്കെ നടത്താറുണ്ട്. വർഷങ്ങളായി പാരമ്പര്യത്തിൽ പഴമക്കാർ വരെ നടത്തി വരുന്ന ഒരു കാര്യമാണ്. ഒരു 2 വർഷത്തിന് മുമ്പ് വരെ വനം വകുപ്പ് തന്നെ തീർത്ഥാടനം എന്ന പേരിലാണ് ഈ ശിവരാത്രിക്ക് മുമ്പ് ഒരു 10-20 ദിവസം അടങ്ങുന്ന ഒരു തീർത്ഥാടനം, അഗസ്ത്യാർകൂടം തീർത്ഥാടനം എന്ന പേരിൽ പുറത്തുനിന്ന് വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും ദൈവത്തോടുള്ള വിശ്വാസവും ഭക്തി ഭയത്തോടുകൂടി ഈ അഗസ്ത്യ മൂപ്പനെ തൊഴാൻ പോകുന്ന തീർത്ഥാടനം എന്ന പേരിൽ വനം വകുപ്പ് നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ തീർത്ഥാടനം എന്ന വാചകം മാറ്റിക്കൊണ്ട് വനം വകുപ്പ് തന്നെ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ട്രക്കിംഗ് ആക്കിയിട്ടുണ്ട്. ട്രക്കിംഗ് ആക്കിയപ്പോൾ ഞങ്ങളുടെ വിശ്വാസങ്ങൾക്കെല്ലാം മറികടന്നുകൊണ്ട്, ഞങ്ങളുടെ ആചാരങ്ങൾക്കെല്ലാം മറികടന്നുകൊണ്ട് വനിതകളെ ഉൾപ്പെടെ ആ അഗസ്ത്യൻ്റെ പൂങ്കാവനത്തിലേക്ക് കയറ്റിവിട്ട് ഞങ്ങളുടേതായ വിശ്വാസങ്ങളും വനത്തിൻ്റേതായ ഒരു സ്വഭാവത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനവുമായി വനം വകുപ്പ് പോകുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച്, ആദിവാസി കാണിക്കാർ വിഭാഗത്തെ സംബന്ധിച്ച്, ഈ ഞങ്ങളുടെ അനുഷ്ഠാന വിശ്വാസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ കാര്യമാണ്.